നിങ്ങളുടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഡയഗ്രംസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഓണ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഡയഗ്രംസ് ചോദിക്കാൻ സാധ്യതയുള്ള ഡയഗ്രംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഡയഗ്രംസ് തന്നിട്ട് 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയും. അതല്ലെങ്കിൽ 2 മാർക്സിന് ഐഡന്റിഫൈ ചെയ്ത ശേഷം അതിൻ്റെ ഫംഗ്ഷൻ കൂടി എഴുതാനായിട്ട് പറയാറുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡയഗ്രംസ് നോക്കിയാലോ. യെസ്, ഒന്ന് ചോദിക്കുന്ന സെൽ ഓർഗനൽസ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതിൽ ചോദിക്കുന്ന ഒന്നാണ് മക്കളെ ഇത് നമ്മുടെ മൈറ്റോകോൺഡ്രിയൻ എന്ന് പറയുന്നത്. അപ്പോൾ മൈറ്റോകോൺഡ്രിയൻ്റെതാ ഈ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയും. ഇതിന്റെ ഫംഗ്ഷനും ചോദിക്കും. നമുക്കറിയാം എന്താണ് എനർജി അഥവാ ഊർജ്ജത്തിനെ ഉൽപ്പാദിപ്പിക്കാനും സംഭരിച്ചു വെക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് മൈറ്റോകോൺഡ്രിയൻ സഹായിക്കുന്നത്. അടുത്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. കാണാൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ മെറ്റീരിയൽസ് അല്ലെ, സെല്ലിന്റെ അകത്ത് മെറ്റീരിയൽസിന്റെ ഈ പറയുന്ന കണ്ടക്ഷൻ നടത്താനായിട്ട് അല്ലെ, കോശങ്ങൾക്കുള്ളിൽ പദാർത്ഥ സംവഹനം നടത്താനായിട്ട് സഹായിക്കുന്ന ആളാണ് ആര്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കോശത്തിനൊരു ഫേംനെസ്സും അതേപോലെ തന്നെ ഷേപ്പും ഒരു ദൃഢതയും അതേപോലെ തന്നെ എന്താണ് ഒരു ആകൃതിയും നൽകാനായിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കാറുണ്ട്. അടുത്തതാണ് ഇത് റൈബോസോം. ഇങ്ങനെ വലിയൊരാളും ഒരു ചെറിയൊരാളും ആയിട്ട് കാണുന്ന ഈ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ റൈബോസോം. റൈബോസോം എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക അതിന്റെ ഫംഗ്ഷൻ എന്താണ് മക്കളെ, പ്രോട്ടീൻ സിന്തസിസ് ആണ് അഥവാ മാംസ്യ നിർമ്മാണം. പ്രോട്ടീൻ സിന്തസിസ് അഥവാ മാംസ്യ നിർമ്മാണമാണ് ആരുടെ ഫംഗ്ഷൻ, ആരുടെ ധർമ്മം എന്ന് പറയുന്നത്, റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനിയുള്ള മറ്റൊരു പിക്ചർ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത് വാക്യൂൾ എന്ന് പറയുന്നത്. വാക്യൂൾ അല്ലെങ്കിൽ ഫേനം എന്ന് പറയും. അപ്പോൾ വാക്യൂളിന്റെ കാര്യമായിട്ടുള്ള പരിപാടി എന്താണ്, ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, വാട്ടറും സോൾട്ടും അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസും ജലവും ലവണങ്ങളും അതുപോലെ തന്നെ വിസർജ്യ വസ്തുക്കളും ഒക്കെ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു, സംഭരിച്ച് വെക്കാനായിട്ട് ആര് സഹായിക്കും, ഫെനം അല്ലെങ്കിൽ വാക്യൂൾ എന്ന് പറയുന്നത് സഹായിക്കും. ഇനിയുള്ളതാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ ഇങ്ങനെ കുറേ ബബിൾസ് പോലെ ഇങ്ങനെ കുറേ ഉണ്ടകളായി കാണുന്ന ഈ ഒരു ഭാഗമാണ് ഇത് ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾജി കോംപ്ലക്സിന്റെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എൻസൈമും ഹോർമോണും അതുപോലെ തന്നെ മ്യൂക്കസ് ശ്ലേഷ്മം പോലെയുള്ള ഇത്തരത്തിലുള്ള സെക്രീഷൻസ് അല്ലെങ്കിൽ സ്രവണങ്ങളെ എന്ത് ചെയ്യുന്നു കോശസ്രവങ്ങളെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സെൽ സെക്രീഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്രവങ്ങളെ എന്ത് ചെയ്യുന്നു, നേരെ ചെറിയ വെസിക്കിളുകളാക്കിയിട്ട് അല്ലെങ്കിൽ ചെറിയ സ്ഥരസഞ്ചികളാക്കിയിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, കളക്ട് ചെയ്ത് അതിനെന്ത് ചെയ്യുന്നു, സഞ്ചികളിലാക്കിയിട്ട് വെക്കുന്നു. അതാണ് ആരുടെ പരിപാടി, ഈ പറയുന്ന ഗോൾജി കോംപ്ലക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. യെസ്, ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ് ഏത്, നമ്മുടെ ന്യൂക്ലിയസിന്റെ. അപ്പോൾ ന്യൂക്ലിയസിന്റെ ഈ ഒരു ഡയഗ്രം എന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇതിന്റെ ഓരോ ഭാഗങ്ങളും ന്യൂക്ലിയസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പുറമെയായിട്ട് നമുക്കൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ കാണാനായിട്ട് സാധിക്കും. ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ മർമ്മസ്തരം. അപ്പം മർമ്മസ്തരം അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഏറ്റവും പുറമേ കാണുന്നതാണ്, ഒരു ഡബിൾ ലെയർഡ് ആയിട്ടുള്ള മെംബ്രെയിൻ ആണ്. അതിന്റെ അകത്തായിട്ട് നമുക്ക് മർമ്മദ്രവ്യം അത് അല്ലെങ്കിൽ ന്യൂക്ലിയോ പ്ലാസം കാണാനായിട്ട് സാധിക്കും. യെസ്, അപ്പൊ ഈ ന്യൂക്ലിയോ പ്ലാസത്തിലാണ് നമ്മുടെ ഈ പറയുന്ന മർമ്മകവും അതേപോലെ തന്നെ നമ്മുടെ ക്രൊമാറ്റിൻ ജാലിക അതായത് ന്യൂക്ലിയോളസും അതേപോലെ തന്നെ നമ്മുടെ ക്രൊമാറ്റിൻ റെറ്റിക്കുലവും കാണുന്നത് ഈ ഒരു ന്യൂക്ലിയോ പ്ലാസത്തിലായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ മർമ്മകം ന്യൂക്ലിയോളസ് ഉണ്ടായിരിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ ന്യൂക്ലിയോളസ് എന്ന് പറയുന്ന ഭാഗം. ഇനി ഇതിൻ്റെ ഈ ന്യൂക്ലിയർ മെംബ്രെയിനിലായിട്ട് നിങ്ങൾക്ക് ചെറിയ പോഴ്സ് കാണാം. അതാണ് ന്യൂക്ലിയർ പോർ, സുഷിരങ്ങൾ, അതാണ് മർമ്മരന്ധ്രം എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നൂല് പോലെ കിടക്കുന്ന ഈ ഒരു ഭാഗം ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ക്രൊമാറ്റിൻ ജാലിക അഥവാ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിന്റെ ഇമേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. യെസ്, ഇനി നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ഭാഗമാണ് അനിമൽ ടിഷ്യൂസ് അഥവാ ജന്തുകലകൾ എന്ന് പറയുന്നത്. ജന്തുകലകൾ അല്ലെങ്കിൽ അനിമൽ ടിഷ്യൂസും നിങ്ങൾക്ക് ഇതുപോലെ തന്നിട്ട് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ ധർമ്മവും ചോദിക്കാറുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഏത്, നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആവരണകല. എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണകല പേരിൽ തന്നെ ഉണ്ട്, ആവരണം ചെയ്ത് അല്ലെ നമ്മൾ പറയുന്ന ശരീരത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കുന്നതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ആൻഡ് ഇത് കാര്യമായിട്ട് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്രീഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംരക്ഷണത്തിനും ആഗിരണത്തിനും അതുപോലെ തന്നെ സ്രവങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടും ആര് സഹായിക്കാറുണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് സഹായിക്കാറുണ്ട്. അടുത്താണ് നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കും, ഒരു നീളത്തിൽ കാണുന്ന ഈ ഒരു ടിഷ്യൂ ആണ് ഇത് നമ്മുടെ നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ തരത്തിലുള്ള ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയും അതായത് എല്ലാ തരത്തിലുള്ള ശാരീരിക പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന, അതായത് നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണ് നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ.
അടുത്താണ് ഇതാ മക്കൾ, ഇതാ ഈ മസ്കുലർ ടിഷ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാ ടിഷ്യൂസും പഠിക്കുമ്പോൾ അതിന് ഇമേജിൽ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മസ്കുലർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ വര പോലെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റും. യെസ്, ഇപ്പൊ മസ്കുലർ ടിഷ്യൂ അല്ലെങ്കിൽ പേശികല പറയുന്ന പോലെ തന്നെ എന്താണ്, മസിൽസ് നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ മൂവ്മെന്റ് അഥവാ ചലനത്തിന് വേണ്ടിയിട്ട് ശരീരത്തിന് ചലനം സാധ്യമാക്കുന്ന ടിഷ്യൂസ് ആണ് മസ്കുലർ ടിഷ്യൂസ് അല്ലെങ്കിൽ പേശികലകൾ എന്ന് പറയുന്നത്. യെസ്, അടുത്തതാണ് ഇത് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ ഓർ യോജക കല. കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കല. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്, കണക്ട് ചെയ്യുന്ന, യോജിപ്പിക്കുന്ന, മറ്റ് ടിഷ്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, ഡിഫറെൻറ്റ് ടിഷ്യൂസിനെ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ടിഷ്യൂസ് ആണ് കണക്റ്റീവ് ടിഷ്യൂസ് അല്ലെങ്കിൽ യോജക കല എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇതിന് ഏതെങ്കിലും എക്സാമ്പിൾ എഴുതാൻ പറയും. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ബോൺ, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂവും ബ്ലഡും ഒക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. അതായത് നമ്മുടെ രക്തം, നാര്, അതേപോലെ തന്നെ നമ്മൾ പറയുന്ന നാരുകല, തരുണാസ്ഥി, അസ്ഥി, ഇവയൊക്കെ തന്നെ എന്താണ്, കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അപ്പോൾ ഇതിനുള്ള എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ് ഏതെങ്കിലും 2 കണക്റ്റീവ് ടിഷ്യൂസിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ അതുകൂടി എഴുതുക. യെസ്, ഇനി അതിൽ ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന 2 ഇമേജസ് ആണിത്. അപ്പോൾ ഈ 2 എണ്ണം തന്നിട്ട് ഇത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, റാപ്പിഡ് ഡിവിഷൻ അല്ലെ, റാപ്പിഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എന്താണ് വളരെ ത്വരിതഗതിയിൽ എന്ത് ചെയ്യും, വിഭജിച്ചിട്ട് സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂസ് ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇനി അതിൽ ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് പ്ലാന്റ് ടിഷ്യൂസ് അഥവാ സസ്യകലകൾ. പ്ലാന്റ് ടിഷ്യൂസിൽ ഒന്ന് നിങ്ങളോട് ചോദിക്കുക പാരൻ കൈമയായിരിക്കും. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്പേസ് ഉള്ള തരത്തിലുള്ള ടിഷ്യൂസ് ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ഇടയിൽ നമുക്ക് ഇങ്ങനെ സ്പേസുകൾ കാണാം. ഇത്തരത്തിലുള്ള ടിഷ്യൂസ് ആയിരിക്കും പാരൻ കൈമ എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിനും അതുപോലെ തന്നെ ഫുഡ് സ്റ്റോറേജും, പ്രകാശ സംശ്ലേഷണം നടത്താനും അതുപോലെ തന്നെ ആഹാര സംഭരണത്തിനുമായിരിക്കും ഇവർ സഹായിക്കുന്നുണ്ടായിരിക്കുക. ഇനി കോളൻ കൈമയിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആകെ ഈ പറയുന്ന മൂലകളിൽ ഈ ഇടയിൽ കാണുന്ന ഈ ഭാഗത്ത് മാത്രം കട്ടി കൂടിയിട്ടുള്ള ഭാഗങ്ങളാണ് ഏത് നമ്മുടെ കോളൻ കൈമ എന്ന് പറയുന്നത്. അത് പ്ലാന്റിന് ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ സപ്പോർട്ടും അല്ലെ, എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സസ്യഭാഗങ്ങൾക്ക് വഴക്കവും അതേപോലെ തന്നെ താങ്ങും നൽകുന്നതാണ് ഏത്, നമ്മുടെ കോളൻ കൈമ സെല്ലുകൾ. ഇനി ഈ പറയുന്ന സ്ക്ലീറൻ കൈമയിലേക്ക് വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരേ കട്ടി തോന്നുന്ന, എല്ലാ ഭാഗത്തും കോശത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ കട്ടിയുള്ള കോശങ്ങളായിരിക്കും ഏതിലുണ്ടായിരിക്കുക, സ്ക്ലീറൻ കൈമ ടിഷ്യൂസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ സ്ട്രെങ്ത്തും സപ്പോർട്ടും കൊടുക്കാനായിട്ട് നമ്മുടെ സസ്യങ്ങൾക്ക് ഒരു താങ്ങും ബലവും നൽകാനായിട്ടായിരിക്കും സ്ക്ലീറൻ കൈമ സഹായിക്കുന്നുണ്ടായിരിക്കുക. യെസ്, ആൻഡ് ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 2 ആൾക്കാരാണ് സൈലവും അതുപോലെ തന്നെ ഫ്ലോയും. യെസ്, സൈലം അതേപോലെ തന്നെ ഫ്ലോയും. അപ്പോൾ സൈലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ടറും മിനറൽസും ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ജലവും ലവണങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യാൻ, അവരുടെ സംവഹനം നടത്താൻ വേണ്ടിയിട്ടായിരിക്കും സൈലം സഹായിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ ഫ്ലോയത്തിൻ്റെ പരിപാടി എന്താണ്, ഫുഡ് അല്ലേ, ഇലകളിൽ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഫുഡ് അഥവാ നമ്മൾ പറയുന്ന ആഹാരം, ആ സംഭരിച്ചു വെച്ച ആഹാരത്തിനെ വിവിധ ഭാഗങ്ങളിലേക്ക് സംവഹനം നടത്താനായിട്ട്, വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടിഷ്യൂസിൻ്റെ ഒക്കെ തന്നെ ഇമേജസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഈ ഡയഗ്രാംസ് ഒക്കെ തന്നെ നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഈ പറയുന്ന പോലെ ഒന്നെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും ഡയഗ്രാംസും അറിഞ്ഞു വെക്കുക. അവരെ കാണാൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അവരുടെ ഫംഗ്ഷൻ എന്താണ്, അവരുടെ പേരെന്താണ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഡയഗ്രാംസിൻ്റെ ക്വസ്റ്റൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കുക, അവരും പഠിക്കട്ടെ, ഇതൊക്കെയാണ് ഡയഗ്രാംസ് എന്നുള്ള അവർ അറിഞ്ഞിരിക്കട്ടെ. അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ടാവും നമ്മുടെ ചാനലിൽ. കാരണം എക്സാം ആവാനായി നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. യെസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.